കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ അട്ടപ്പാടിയിൽ 2 പേർ മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പെടുകയും മരണപ്പെടുകയും ചെയ്ത വാർത്ത നമ്മളെ ഏവരെയും തന്നെ വളരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്ന ഒരു വാർത്തയായിരുന്നു. ഇടവാണി സ്വദേശിയായ മുരുകൻ എന്നറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരിൽ ചേർന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായി എന്നാണ് അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴെ ഭൂതയാർ സ്വദേശിയായ കൃഷ്ണൻ എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തിയുമാണ് കൂടെ മരണപ്പെട്ടത്. നമുക്കറിയാം, പ്രത്യേകിച്ചും അട്ടപ്പാടിക്കാർക്ക് അറിയാം, അതിലും പുതിയൊരു പഞ്ചായത്തിലുള്ള ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. മേലെ ഭൂതയാറ്, താഴെ ഭൂതയാറ്, ഇടവാണി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ഊരുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്ന ഉൾപ്രദേശങ്ങളിലാണ്. അപ്പം ഈ ഊരുകളിൽ പൊതുവെ താമസിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് കുറുമ്പ വിഭാഗത്തിൽപ്പെടുന്ന പട്ടിക വിഭാഗക്കാരാണ്. ഈ ഊരുകളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് പൊതുവെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിനോ ഇല്ല മറ്റാവശ്യങ്ങൾക്കായിട്ട് പുതിയൊരു സ്വർണ്ണഗദ്ദ പോലുള്ള പുതിയ പഞ്ചായത്തിലെ മറ്റ് സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഇവർ അവരുടെ ഊരിൽ നിന്ന് ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് ഏകദേശം 10 അതിലധികം കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് വേണം ഇവർ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളോ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴും ഇത്രയും ദൂരം അവർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 20 അതിലധികം കിലോമീറ്ററാണ് ഇവർ ഒരു ദിവസം ഇതിനു വേണ്ടിയിട്ട് തന്നെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഈ ഊരുകളിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്ത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും ഈ റോഡ് കിടക്കുന്നത് പൊതുവെ വനത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം പലപ്പോഴും ഈ സ്ഥലങ്ങളിൽ രൂക്ഷമാണ്. നമുക്കറിയാം, നമ്മുടെ അട്ടപ്പാടിയിൽ ആന, പുലി, പന്നി തുടങ്ങിയ ശല്യം കൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴും ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അട്ടപ്പാടിയിലാണ് വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് അധികം ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ എം നോട്ട് ഷുവർ. ഏകദേശം 22ഓളം ആൾക്കാരാണ് ഇതുവരെ മരണപ്പെട്ടിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ഏരിയകളിൽ വളരെ അധികമാണ് ആക്ച്വലി. അപ്പോൾ ഇതൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. സ്വർണ്ണഗദ്ദ മുതൽ ഇവരുടെ ഊരുകളിലേക്ക് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ പോലും അവിടേക്ക് ബസ്സോ മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ല, ഒന്നാമത്. പിന്നെ എന്താ പറയുക, ജീപ്പ് അല്ലെങ്കിൽ ബൈക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് പൊതുവെ ആ ഏരിയയിൽ ആക്സസ് ആയിട്ടുള്ളത്. പിന്നെ വണ്ടിയും മറ്റു സെറ്റപ്പുകളൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാർ അത് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യും. അല്ലാത്ത ആൾക്കാർ ഈ ഇത്രയും ദൂരം നടന്നു വന്നിട്ടോ ഒക്കെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്. മാത്രമല്ല, ഈ റോഡ് റോഡ് പോകുന്ന സ്ഥലങ്ങളിൽ ഒരു പുഴ ക്രോസ് ചെയ്യുന്നുണ്ട്. വരകാർ എന്നാണ് പറയുന്നത്. അപ്പോൾ വരകാർ പൊതുവെ 4-5 സ്ഥലങ്ങൾ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരകാർ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പാലങ്ങളില്ല. ഈ പാലങ്ങളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വേനൽക്കാലത്താകുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ മഴക്കാലത്ത് അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇവർക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതിന് വളരെ ബുദ്ധിമുട്ടാണത്. മാത്രമല്ല, ഇവർക്ക് ഇപ്പം എന്തെങ്കിലും അസുഖങ്ങളോ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയുടെ ആക്സസ് കിട്ടുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റു കാര്യങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ മൺസൂൺ ഒക്കെയാണ്. അപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ ഊരുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് മലയുടെ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും അധികം പ്രശ്നമാണ് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. സ്വർണ്ണഗദ്ദ, ചെമ്പവട്ടക്കാട്, അരളിക്കോണം, അത് കഴിഞ്ഞിട്ടാണ് ഇടവാണി, ഭൂതയാർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുള്ളത്. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ റോഡ് പോകുമ്പോൾ അവിടെ ഒരു പുഴ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പുഴയിൽ മഴ ആയതുകൊണ്ട് തന്നെ അവിടെ വെള്ളം കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഈ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരുകനും മറ്റ് കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും ഈ പുഴയിൽ പെടുകയും അങ്ങനെ ആ പെട്ട സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരത്താണ് ഇവരുടെ ബോഡി കിട്ടിയതെന്നാണ് നമുക്ക് പല വാർത്തകളിലും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഇവരുടെ ബോഡി ചില ആൾക്കാർ കാണുകയും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും മറ്റു സേനയും എത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ബോഡി കരക്കെടുത്തത്. അതിനുശേഷം അവിടെയുള്ള ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവർക്ക് ബ്രിഡ്ജ് വേണം, പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ സമരം ചെയ്യുകയൊക്കെ ചെയ്തു. ഏകദേശം 12 മണി മുതൽ 5 മണി വരെ സമരം നടക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം എത്തുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ബോഡി ബന്ധപ്പെട്ട ആശുപത്രികളിലേക്ക് പോയത് എന്നാണ് പല വാർത്തകളിലൂടെ
ഞാൻ മനസ്സിലാക്കിയത്. ആയതാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ആവശ്യമായിട്ടുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പൊതുവെ നമ്മൾ അങ്ങനെ ആരും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മുതലെങ്കിലും നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇത്തരത്തിൽ റോഡ്, പാലം, കറണ്ട് ഇല്ലെങ്കിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഊരുകൾ ഒരുപാട് ഊരുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കടുകുമണ്ണ, ഗലസി, തുടുക്കി പോലുള്ള ഏരിയകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ റോഡ് സൗകര്യങ്ങൾ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ പുതൂർ പഞ്ചായത്തിൽ എടുക്കുകയാണെങ്കിൽ ഊരടം, പിന്നെ അതുപോലെ തന്നെ ആഞ്ചക്കം കുമ്പ എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ റോഡ് ഇല്ലാത്ത ഒരു അവസ്ഥ പലപ്പോഴും ഉള്ളതാണ്. റോഡ് ഉണ്ടെങ്കിൽ പോലും അത് വേണ്ടത്ര ടാറിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ഇല്ലാത്തൊരവസ്ഥ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത്തരത്തിലുള്ള ഏരിയകളുണ്ട് ഇപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഈ ഷോളയൂർ പഞ്ചായത്തിലും പിന്നെ നമ്മുടെ അഗളി പഞ്ചായത്തിൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ അഗളിയിൽ വെച്ചിട്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്പാർകോടും അതുപോലെ തന്നെ അഗളിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഒരു വെള്ളപ്പൊക്കത്തിൽ പൊളിഞ്ഞു പോയതാണ്. മീൻസ് പാലം ഇല്ലാണ്ടായതാണ്. അപ്പോൾ ആ പാലം ഇതുവരെയായിട്ടും നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ണാന്തരം മേടും വണ്ണാന്തരം ഊരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാലമുണ്ട്. അവിടെയും അതും ഒരു സമയത്ത് മഴവെള്ളത്തിൽ പെട്ടതാണ്. അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവിടത്തുള്ള ജനങ്ങൾക്ക് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ ഒന്നും പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ മഴ കാലങ്ങളിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ആശുപത്രി ആവശ്യങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് അതൊരു ബെനഫിറ്റാണ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ആക്ഷൻ എടുക്കേണ്ടത് അവരുടെ ജനങ്ങളാണ്. ജനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുമായിട്ട് അവർ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വണ്ണാന്തരൂർ ഉള്ള ആൾക്കാർ, വണ്ണാന്തരൂർ കാരയൂരൊക്കെയാണ് പ്രദേശങ്ങളിൽ ഉള്ള ആൾക്കാർ. അവരും ഇത്തരത്തിലുള്ള ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ജനങ്ങൾ ആവണം, ജനങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കണം എന്നുള്ളതാണ്. നമുക്കതിനായിട്ട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമ്മളെല്ലാം ജീവിക്കുന്നത് ജനാധിപത്യ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ നമുക്കുണ്ട്. അപ്പോൾ അവരുമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ജനങ്ങൾ കൃത്യമായിട്ട് അവരായിട്ടോ ഇല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ കൃത്യമായിട്ട് ഇടപെടുന്നത്, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ അട്ടപ്പാടിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പല സ്ഥലത്തും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവയുടെ അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് പൊതുവെ വികസനങ്ങളും മറ്റും കാര്യങ്ങളെല്ലാം വരാതെ ഇപ്പോഴും ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത് ജനാധിപത്യ രീതിയിൽ നിയമപരമായിട്ട് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അതിന് പ്രത്യേകിച്ചും ജനങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. മാത്രമല്ല, ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, അതിന് മറക്കരുത് പ്രത്യേകമായിട്ടും. പിന്നെ നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ അംഗമായിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് അംഗമാവുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും തരിക. നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ എന്നെ മറ്റ് സോഷ്യൽ മീഡിയാസിൽ ലൈക്ക് ട്വിറ്റർ, എക്സ്, പിന്നെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഫോളോ ചെയ്യുക. സെൽവകുമാർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം അവൈലബിൾ ഓൺ ദീസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ മീഡിയാസ്. ഡു ഫോളോ മീ. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് വരും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.